ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രായേലിലെ ടെൽ അവീവ്, ഹൈഫ, ജെറുസലേം അടക്കമുള്ള സുപ്രധാന മേഖലകളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. ഒരു മണിക്കൂറിനിടെ ഖൈബർ മിസൈൽ ഉൾപ്പെടെ 27 മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാൻ അവകാശപ്പെടുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിക്കുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരാൻ പോവുകയാണ്. കെ സജീഷ് ഉണ്ട് വാർ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. സജീഷ്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? സമാധാനം അല്ലെങ്കിൽ വലിയ ദുരന്തം, അതിനായി കാത്തിരിക്കൂ എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒത്തുചേരുമ്പോൾ എങ്ങനെയാണ് ഇറാൻ തിരിച്ചടിക്കുക എന്നൊരു ആശങ്കയുണ്ടായിരുന്നത് അമേരിക്കയിലേക്കല്ല ഇസ്രായേലിലേക്കാണ് ഇപ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനിടെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാന നീക്കങ്ങളും മധ്യസ്ഥ ചർച്ചകളും നടത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, തീർച്ചയായിട്ടും രാവിലെ അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളിയായതോടുകൂടി പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇറാന്റെ പ്രധാനപ്പെട്ട ഫോർദോ ഉൾപ്പെടെയുള്ള 3 ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ രൂക്ഷമായ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് വലിയ തോതിൽ ആശങ്ക ലോകവ്യാപകമായി ഉയർന്നു വരുന്നത്. അമേരിക്ക കൂടി യുദ്ധത്തിൽ വന്നതോടെ പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമാവുകയാണ്. അമേരിക്ക മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിന് പകരം ചോദിക്കരുത്, എത്രയും വേഗം സമാധാനത്തിലേക്ക് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു വിലയും ഇറാൻ കൽപ്പിച്ചിട്ടില്ല എന്നതാണ് രത്ന ചുരുക്കം. അതായത് ഇന്ന് രാവിലെ തന്നെ അമേരിക്കയ്ക്കെതിരെ നടത്തിയില്ല, പക്ഷേ ഇസ്രായേലിനെതിരെ രൂക്ഷമായ മിസൈൽ ആക്രമണം നടത്തി കഴിഞ്ഞു. 30 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞു. അത് ടെൽ അവീവും ഒപ്പം തന്നെ ജെറുസലേമും ഹൈഫ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പതിക്കുകയും ഏതാണ്ട് 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈൽ പതിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങളും ഇറാന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതായത് അതിശക്തമായ മിസൈൽ ആക്രമണം ഇറാൻ വീണ്ടും പുനരാരംഭിച്ചു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമേരിക്ക പറഞ്ഞിട്ട് പോലും ഒരു പിന്നോട്ട് പോക്കിന് ഇറാൻ തയ്യാറായിട്ടില്ല. നേരെ തിരിച്ച് ഇസ്രായേലും ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഒപ്പം തന്നെ മിലിറ്ററി കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ആൾനാശം ഉണ്ടായി എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. അതോടൊപ്പം ഇന്ന് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ നയതന്ത്ര ഭാഷയിലുള്ള മറുപടി ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ഈ ഉടമ്പടിയിലില്ല, പക്ഷേ ഇറാൻ ഈ ഉടമ്പടിയിൽ, അതായത് ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ശേഷം ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ആ കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുമെന്ന് ഭീഷണി, അതായത് അണുവായുധ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നൊരു സൂചനയാണ് ഇറാൻ നൽകുന്നത്. മറ്റൊന്ന്, നാളെ നിർണായകമായ ആണവോർജ്ജ ഏജൻസികളുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരുപക്ഷെ കൂടുതൽ നടപടികളിലേക്ക് കടന്നേക്കാം. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ ഒപ്പം തന്നെ അണുവികരണം പുറത്തേക്ക് വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൽ ചർച്ചയാകും. ഇതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ കേന്ദ്രമാണ്. ഏതായാലും ഖത്തർ ഉൾപ്പെടെയുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ നയതന്ത്ര നീക്കങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ അമേരിക്കൻ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള ലോകത്തെ മറ്റു വൻ ശക്തികളുടെ നിലപാടാണ് ഇനി നിർണായകമാവുക. അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളികളാകരുത് എന്ന് ആവർത്തിച്ച് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനെ വകവെക്കാതെയാണ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് ഉത്തരവിടുകയും ആക്രമണം നടത്തുകയും ചെയ്തത്. ഏതായാലും ഇനി ഇവരുടെ നിലപാട് നിർണായകമാണ്. മറുഭാഗത്ത് സജീഷ്, ഇന്നിപ്പോൾ പരസ്പരം അഭിനന്ദിക്കുന്നതാണ് ഇസ്രായേലും അമേരിക്കയും നമ്മൾ കണ്ടത്. നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിക്കുകയും ഇത് ചരിത്ര നിമിഷം എന്നൊക്കെ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരികയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ തിരിച്ചടി നൽകുക എന്നതിനപ്പുറം ഇസ്രായേലിനെ രൂക്ഷമായി ആക്രമിക്കുക എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. മറുഭാഗത്ത് ഹൂത്തി വിമതർ ഉണ്ട്. അവർ ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു, അമേരിക്കയെ വെല്ലുവിളിക്കുന്നു, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതായത് ചെങ്കടലിൽ ഉൾപ്പെടെ അമേരിക്കൻ പടക്കപ്പലുകൾ ആക്രമിക്കാൻ ഹൂത്തികൾ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണല്ലോ വരുന്നത്. മാത്രമല്ല ഇസ്രായേലിന് സമീപം ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെയും ആക്രമണം ഉണ്ടാവുകയാണ്. അങ്ങനെ ഹൂത്തി വിമതർ, ഹിസ്ബുള്ള ഇവരുടെയൊക്കെ മാത്രം പിന്തുണയോടെ ഇറാന് തിരിച്ചടി ശക്തമാക്കാൻ കഴിയുമോ? വിനീത, അമേരിക്കയ്ക്കെതിരെ തൽക്കാലം ഒരുപക്ഷെ ഇറാൻ ആക്രമണം നടത്തിയേക്കില്ല എന്ന സൂചനയുണ്ട്. കാരണം അമേരിക്ക കൂടുതലായി ആക്രമണം നടത്തിയാൽ ഈ യുദ്ധത്തിലേക്ക്
കൂടുതൽ പങ്കാളിത്തം നൽകിയാൽ അത് ഒരുപക്ഷേ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കും. പക്ഷേ ഇസ്രയേലിനെതിരെയുള്ള തിരിച്ചടിയിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോവുകയും ചെയ്തിട്ടില്ല. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ അനുകൂല പ്രോക്സികളുണ്ട്. ഇറാനെ അനുകൂലിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് ഉൾപ്പെടെയുള്ള ഹൂതി ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങൾ അമേരിക്കയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകളെയോ അമേരിക്കൻ മറ്റു കപ്പലുകളെയോ ആക്രമിക്കുമെന്നാണ് ഹൂതി നേതൃത്വത്തിൻ്റെ മുന്നറിയിപ്പ്. മറ്റൊന്ന് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങളും അമേരിക്കയെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിന് ചുറ്റുമുള്ള വ്യോമത്താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് ഹമാസിൻ്റെയും ഹൂതികളുടെയും മുന്നറിയിപ്പ്. ആയത്തുള്ള ഖുമൈനിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ബഹ്റൈൻ വ്യോമത്താവളമടക്കം അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്നാണ്. പക്ഷേ ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമോ എന്ന് ഇപ്പോഴും സ്ഥിരീകരണമില്ല. പക്ഷേ പ്രോക്സികൾ ആക്രമണത്തിലേക്ക് തുനിഞ്ഞാലും അതും ആശങ്കയുള്ളതാക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഹിസ്ബുൾ അടക്കമുള്ള കക്ഷികൾ റോക്കറ്റ് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അമേരിക്ക വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കും. കാരണം വളരെ അടുത്താണ് ലെബനൻ്റെയും ഇറാൻ്റെയൊക്കെ വളരെ അടുത്താണ് ഈ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അവർക്ക് ആക്രമിക്കുന്നതിൽ നിന്ന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അത്തരമൊരു ഡയറക്റ്റ് അറ്റാക്കിലേക്ക് ഇറാനോ പ്രോക്സികളോ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. കൂടുതൽ പങ്കാളിത്തം അമേരിക്ക ഈ യുദ്ധത്തിൽ ഉണ്ടാവുകയും അത് പശ്ചിമേഷ്യ ഒന്നടങ്കം രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് ആ സംഘർഷം രൂക്ഷമായാൽ ഗാസയിലേതിനേക്കാൾ ഗുരുതരമായ യുദ്ധ പ്രതിസന്ധിയിലേക്കാണ് പോകാൻ പോകുന്നത്. സജീഷ്, ഒരു കാര്യം കൂടിയുള്ളത്, ഇതിലിപ്പോൾ ഇറാൻ സമ്മർദ്ദം ശക്തമാക്കുക എന്ന തന്ത്രം പ്രയോഗിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള നീക്കം അതിലേക്കായിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഇത് ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കും. ക്രൂഡ് ഓയിൽ വില നമുക്കറിയാവുന്നതുപോലെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില ഉയർന്നതാണ്. അത് രൂക്ഷമാവുകയും ചെയ്യും. ലോകരാജ്യങ്ങൾ മുഴുവൻ ആശങ്കപ്പെടുന്നത് അത്തരം ചില കാര്യങ്ങൾ കൂടിയാണ്. ലോകത്തെ ആകെ ബാധിക്കുന്ന രീതി വാണിജ്യ വ്യാപാര മേഖലയെ, എണ്ണവിലയെ ഒക്കെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരം അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ടോ? ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ നിരന്തരം പറയുന്ന, അല്ലെങ്കിൽ ഇറാൻ്റെ നേതൃത്വത്തിൽ വളരെ അടുത്ത ആൾക്കാർ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കുമെന്ന്. മുൻപ് 2024 ആദ്യമായി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയപ്പോഴും ഇതേ ഭീഷണി ഇറാൻ മുഴക്കിയിരുന്നു. പക്ഷേ അവർ അതിന് തുനിഞ്ഞിട്ടില്ല. ഹോർമുസ് കടലിടുക്കാണെങ്കിൽ ലോക വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കേന്ദ്രമാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ, കടൽമാർഗമുള്ള എണ്ണ കയറ്റുമതിയുടെ 5-1 പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ലോക വ്യാപാരത്തിൻ്റെ 10-1 പോകുന്നത് ഇത് വഴിയാണ്. അതായത് എല്ലാ രാജ്യങ്ങളെയും ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് വ്യാപാരത്തെ ബാധിക്കും. ഇന്ധന വില വലിയ തോതിൽ ഉയരുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായ വ്യാപാര മേഖലയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നതാൽ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര ആയുധമായിരിക്കും അത് ഇറാൻ ചെയ്യുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ള ഡയറക്റ്റ് അറ്റാക്കിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത്തരം ഒരു നീക്കത്തിലേക്ക് ഇറാൻ ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ കടക്കും എന്ന മുന്നറിയിപ്പോ ഭീഷണിയോ ഇറാൻ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള നടപടികളിലേക്ക് ഇറാൻ ഇതുവരെ കടന്നിട്ടില്ല. ശരി, അത് തന്നെയാണ്. ഏതായാലും പുതിയ അപ്ഡേറ്റുകളാണ് സജീഷ് നൽകിയത്. ആശങ്കയൊഴിയുന്നില്ല. പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതം തന്നെയാണ്. അമേരിക്ക കൂടി പോർമുഖത്തെത്തിയതോടെ യുദ്ധം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് അറിയേണ്ടത്. സമാധാനം അല്ലെങ്കിൽ ദുരന്തം എന്ന് ട്രംപ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതിലിനി ഇറാൻ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു സമാധാന ചർച്ചയിലേക്ക്, ഒരു ടോക്കിംഗ് ടേബിളിലേക്ക് എത്തുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്.